നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് കോക്കനട്ട് ഷെല്ല് വെച്ചിട്ടാണ് നല്ലൊരു ഐഡിയ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരട്ട എല്ലാവരുടെ വീട്ടിലുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ പറയണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഞാനിപ്പോൾ ദേ 2 ചിരട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പണി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കത്തി വെച്ച് ഇങ്ങനെ നന്നായിട്ട് ചിരണ്ടി കൊടുത്താൽ കുറേയൊക്കെ പോവും കേട്ടോ. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ കൂടുതൽ എളുപ്പമാണ് കേട്ടോ, പോവാനായിട്ട് വേഗം പോവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഉരച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. ഗ്രേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ഇങ്ങനെ പൊടിയായിട്ട് വീഴുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ട്രൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം സാൻഡ് പേപ്പർ വെച്ചൊന്ന് ഉരച്ചും കൂടി ചെയ്താൽ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ചിരട്ട കിട്ടും. ഇനി ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ, 2 പാക്കറ്റിലുണ്ടാവും. അത് 2 നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കയ്യിൽ ഒരു ടാൽക്കം പൗഡറൊക്കെ ഒന്ന് തൂക്കിക്കഴിഞ്ഞാൽ അധികം ഇങ്ങനെ കയ്യിലൊന്നും ആവാണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് ചിരട്ടയുടെ മോൾ ഭാഗത്തൊന്ന് സെറ്റ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ക്ലേ കയ്യിലുള്ളവർ ചെയ്യുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ക്ലേ ഞാനൊന്ന് നല്ല സ്മൂത്താക്കി അതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു ബോൾ പോലെ വെക്കാനാണേ. അതിപ്പോൾ ഈ ചിരട്ടയുടെ മോൾ ഭാഗത്താണ് വെക്കുന്നത്. അപ്പോൾ ഒട്ടി നിൽക്കാൻ നമുക്ക് ഫെവിക്കോൾ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ബഡ്സ് വെച്ചിട്ട് ഫെവിക്കോൾ തേച്ചിട്ട് ഈ ഒരു ക്ലേൻ്റെ പീസ് ഇവിടെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നോക്കിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. ഇനി ഇങ്ങനെ നിർബന്ധമാണെങ്കിൽ ന്യൂസ് പേപ്പറും അതേപോലെ തന്നെ ഫെവിക്കോളും വെള്ളവും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ന്യൂസ് പേപ്പർ ഇങ്ങനെ കുറച്ചിങ്ങനെ സോഫ്റ്റ് ആകുമ്പോൾ അത് വെച്ചിട്ട് ഒരു ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാമല്ലോ. ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിയിരിക്കട്ടെ. പിന്നെ ഒന്ന് ഷേപ്പ് ആവും കൂടി ചെയ്യുമല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഈ ചിരട്ടയുടെ ഏത് ഭാഗമാണോ മുൻപിലേക്ക് വരേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്താണ് ഇതുപോലെ പെയിൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ക്രീം കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കിൻ കളർ നിങ്ങൾക്ക് ഏതായാലും എടുക്കാം. കുറച്ചുകൂടെ ഒരു സാൻഡലിൻ്റെ കളറൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഈ ഒരു ചിരട്ട എടുത്തു, എന്നിട്ടൊരു കഴുത്തിൻ്റെ അടയാളം പോലെ ആക്കിയിട്ട് അവിടെ കുറച്ച് നടുഭാഗത്ത് ഈ കളർ തന്നെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത സെയിം ക്രീം കളർ തന്നെ ഒന്ന് ആക്കുന്നുണ്ടേ. അപ്പോൾ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഓറഞ്ച് കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു ഡ്രസ്സിൻ്റെ കളർ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുള്ളും കൊടുക്കട്ടെ. ഇനി എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് ബീഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആ വൈറ്റ് കളർ കണ്ടില്ലേ, ഒരു റൗണ്ട് പോലെ. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഈ ഒരു വണ്ണത്തിന് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇത് ഇവിടേക്കൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ആ ഒരു നമ്മൾ ക്രീം കളർ ആക്കിയില്ലേ അതിൻ്റെ ചുറ്റുമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് ഒട്ടിക്കട്ടെ. ഇനി ഞാൻ ഈ ഭാഗമൊക്കെ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇനി ഞാൻ വരയ്ക്കുന്ന പോലെയൊക്കെ ഒന്ന് ഒരു പെൻസിൽ വെച്ചിട്ട് അത്യാവശ്യം ഒരു കട്ടിയുള്ള പേപ്പറിൽ വരച്ചെടുക്കുക. ഒരു കൂപ്പ് കൈയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ കാലിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കില്ലേ, ആ ഒരു രീതിയിൽ മടക്കി വെച്ചിട്ടുള്ള ഒരു പോസാണ് ഞാനിപ്പോൾ വരച്ചത്. പിന്നെ അതുപോലെ തന്നെ ഒരു കോൺ പോലെയും നമ്മൾ കപ്പലിൻ്റെ പൊതിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയും അങ്ങനെ ആക്കിയിട്ട് അതും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ ഡ്രസ്സിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു സെയിം കളറായിട്ടുള്ള ഓറഞ്ച് തന്നെ കൊടുക്കാം. പിന്നെ നമ്മുടെ കൈ കാലൊക്കെ പുറത്ത് കാണുന്ന ഭാഗങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഫേസിന് കൊടുത്ത ആ ക്രീം കളറില്ലേ അത് തന്നെ കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനൊരു മാർക്കർ പെൻ വെച്ചിട്ട് കണ്ണ് മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇതിൽ പെയിൻറ്റ് ചെയ്തപ്പോൾ ആ ഒരു മാർക്കിംഗ് ഒക്കെ പോയി. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ തന്നെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ ഇതിങ്ങനെ ചെവിയുടെ ഭാഗത്ത് നമ്മൾ ബുദ്ധൻ്റെ ആ ഒരു ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, ചെവി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്, അതുപോലെയാണ് കേട്ടോ 2 അവിടെ വെച്ചത്. പിന്നെ നമ്മുടെ കൈയൊക്കെ ഒന്ന് ശരിയാക്കാം. ഇനി നമുക്ക് ആ ഒരു ചെവിയുടെ ഭാഗത്ത് അത് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായിട്ടാണ് പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മറ്റേ ചെവിയും കൂടെ ആക്കട്ടെ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒട്ടിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഹെഡും കൂടി കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ പതുക്കെ തട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നന്നായിട്ട് തന്നെ ആടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കാണുമ്പോൾ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു ചിരട്ട കൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൊച്ചു ഐഡിയയും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ എന്തായാലും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണല്ലോ. പിന്നെ ചിരട്ട എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയയും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ആൻറ്റിക്ക് പിക്ചേഴ്സൊക്കെ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലോ ഒക്കെ അയച്ചു തരിക. കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എന്നത്തെയും പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുതേ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കണം കേട്ടോ. അതിലും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന മോളിപ്പോൾ ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത്. വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.